നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ അധികമാരും അറിയപ്പെടാത്തത് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നൊരു പേരായിരിക്കും ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറി. തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് എൻ്റെ നാടും കൂടിയാണ്. പക്ഷേ ഈ കാടിനെ വേണ്ട പോലെ വന്ന് ആരും കാണുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നല്ല തിക്ക് ഫോറസ്റ്റാണ്, ആനകളുടെയൊക്കെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാം. പോകുന്ന വഴിയാവട്ടെ അതിഗംഭീരമായിട്ടുള്ള ഒരുപാട് നല്ല കാഴ്ചകൾ വേറെ. ഇതൊന്നും പോരാതെ ആ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു തിക്നെസ് അല്ലെങ്കിൽ ആ ഒരു വന്യത നല്ല രീതിയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ പല രീതിയിലുള്ള ട്രക്കിംഗ് ഉണ്ട്. ഈ ട്രക്കിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഉൾവനത്തിലെ കൂടെ നല്ല രീതിയിൽ നടന്ന് യാത്ര ചെയ്ത് ആ കാടിൻ്റെ ഭംഗിയും സൈലൻസൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പോരാത്തതിന് ചെന്ന് കഴിഞ്ഞാൽ വാവ് എന്ന് പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടവും. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലത്തെ ഒരുപാട് നല്ല കാടിൻ്റെ കാഴ്ചകൾ കാണുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ ആമ്പലൂരിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് വേണം ചിമ്മിനി ഫോറസ്റ്റിലേക്കുള്ള ഈ റൂട്ടിലേക്ക് നമുക്ക് കയറാൻ. രാവിലെ 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഈ ഒരു റൂട്ടിലേക്ക് കയറിയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരുപാട് നല്ല കാഴ്ചകളാണ് ആദ്യം തന്നെ കാണാൻ പറ്റിയത്. ഒട്ടും തന്നെ തിരക്കില്ലാത്തൊരു ക്ലീൻ റോഡ്, അതിൻ്റെ 2 വശത്തും റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര. അതും രാവിലെ തന്നെ വന്നുകൊണ്ട് ആ കാഴ്ചയുടെ ഭംഗി ഇത്തിരി കൂടുതലായിരുന്നു. ഇതേപോലെ ഒരു 12 കിലോമീറ്ററോളം ഇനി മുന്നോട്ട് പോയാലാണ് നമ്മൾ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ആ ഒരു കവാടത്തിന് മുമ്പിൽ എത്തുന്നത്. പക്ഷെ ഒട്ടും തന്നെ മടുപ്പിക്കാത്ത നല്ല ഫ്രഷ്നെസ് തരുന്ന യാത്രയാണ് നമുക്ക് ആ പോകുന്ന റൂട്ട് തരുന്നത്. ഈ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറി 114 സ്ക്വയർ കിലോമീറ്ററാണ് വ്യാപിച്ച് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആന, കാട്ടുപോത്ത്, പുലി, കടുവ, മ്ലാവ് പോലുള്ള ഒരുപാട് വൈൽഡ് ആനിമൽസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ കൂടെയുള്ള യാത്ര പിന്നെ പെട്ടെന്നായിരിക്കും നമുക്ക് ഇതേപോലൊരു ഓപ്പൺ ഏരിയയിൽ കിട്ടുന്നത്. ഈ ഓപ്പൺ ഏരിയ എത്തുമ്പോൾ നല്ല സ്ട്രെയിറ്റ് റോഡും ചുറ്റും നല്ല ഒരു തിക്ക് ഫോറസ്റ്റ് വൈബുള്ള ആ ഒരു ഡ്രൈവായിരിക്കും പിന്നെ കിട്ടുന്നത്. ഈ റോഡിൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഒരുപാട് വൈറലായതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു ഷോട്ട് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു സ്പോട്ടിൻ്റെ ആ ഒരു ഭംഗി എത്രമാത്രമാണ്. നമ്മൾ ചിമ്മിനിയിലേക്ക് വരുമ്പോൾ ചൊക്കന എന്ന് പറയുന്ന സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. അത് ഈ പോകുന്ന റൂട്ട് തന്നെ പാലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം വരും. ആ പാലപ്പള്ളി നിന്ന് റൈറ്റിലേക്ക് ഡീവിയേറ്റ് ചെയ്താൽ ചൊക്കനയിലേക്കുള്ളൊരു യാത്ര നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ചൊക്കനയിലൊന്ന് കയറിയിട്ട് അതിന് ശേഷം നമുക്ക് ചിമ്മിനി എന്നുള്ള ഡെസ്റ്റിനേഷൻ പിടിക്കാം. അപ്പോൾ ചൊക്കന വഴി വരുമ്പോഴുള്ള ആ റൂട്ടിൻ്റെ ഭംഗി കണ്ടില്ലേ? പക്ഷെ ഭംഗി മാത്രമല്ല, ചൊക്കനയിൽ വന്നു കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഇതേപോലത്തുള്ള വൈൽഡ് ഡോഗ്സിനെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇത് ഒറ്റയ്ക്കായിരുന്നില്ല, ഇതിന് തൊട്ട് മുമ്പ് 10-14 കൂട്ടത്തോടെ ഓടിപ്പോവുകയാണ് ഉണ്ടായത്. പക്ഷെ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ക്യാമറ എടുത്തപ്പോഴേക്കും ഈ ഒരാളെ മാത്രമാണ് അതും ഇത്രയും വൈഡ് റേഞ്ചിൽ കിട്ടിയത്. പിന്നീട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നെങ്കിലും കൂടെ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചവിടെ നിന്ന് വീണ്ടും ഇറങ്ങിയാണ് ചെയ്തത്.
അതുകൊണ്ട് തന്നെ ചൊക്കനെ വന്നു കഴിഞ്ഞാൽ എന്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സൈറ്റിങ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ചൊക്കന യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത സ്പോട്ടിങ് കിട്ടിയത് നമുക്ക് ഒരു കൂട്ടം മാനുകളെയാണ്. ഈ റൂട്ട് കയറിയിട്ട് നമ്മൾ ഒരു മൃഗത്തെയും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു നമുക്ക് വൈൽഡ് ഡോഗിന് എൻട്രി കിട്ടിയത്. അതിൻ്റെ പുറകെ തന്നെ മാനുകളെയും കിട്ടി. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴോ ഒരു കൂട്ടം ആനകൾ. ഈ ആനക്കൂട്ടത്തെ നോക്കി നിൽക്കുമ്പോഴാണ് രണ്ട് കൊമ്പന്മാരവിടെ ഭയങ്കര അഭ്യാസ പ്രകടനങ്ങൾ. പിന്നീട് കുറച്ച് നേരം ഞാൻ അവരെ തന്നെ നിരീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. സാധാരണയായി ഈ ആനകൾ ഒരു മുതിർന്ന പിടിയാനയുടെ നേതൃത്വത്തിലായിരിക്കും കൂട്ടം കൂടി നടക്കുന്നത്. അതിൽ കൊമ്പന്മാരാണെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോൾ കൂട്ടം വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റു കൊമ്പന്മാരുടെ കൂടെ ആയിരിക്കും നടക്കുന്നത്. കാരണം ഈ കൂട്ടത്തിലെ ആനകളെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും, ഈ ഒരു കൂട്ടം പിടിയാനകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. അതിലൊരു കുട്ടിക്കൊമ്പൻ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊമ്പനായിട്ട്. അത് പ്രായപൂർത്തിയാകുമ്പോഴാണ് ആ കൂട്ടം തെറ്റി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ മാറി നിൽക്കുന്ന രണ്ട് കൊമ്പന്മാരെ കണ്ടില്ലേ, അവരാണ് നേരത്തെ അടികൂടി നടന്നിരുന്നത്. പിന്നീട് മെയ്റ്റിംഗ് ടൈമിലായിരിക്കും ഈ പിടിയാനയുടെ അടുത്തേക്ക് ഈ കൊമ്പൻ വരുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ അവരുടെ ഉറക്കത്തിൻ്റെ രീതിയും എവിഡൻ്റ് ആണ്. കാരണം ഒരാന ഇപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതേ ആന എഴുന്നേറ്റതിന് ശേഷം അപ്പുറത്ത് വേറൊരു ആന കിടന്ന് ഉറങ്ങും. പക്ഷെ വളരെ കുറച്ച് സമയം മാത്രമാണ് ഇവർ മയങ്ങുന്നത്, അധിക നേരമൊന്നും ഇവർ ഉറങ്ങുന്നില്ല. പിന്നെ നമ്മുടെ ഈ കാടുകളുടെ സംരക്ഷണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ജീവി കൂടിയാണ് ആന. ആന കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെയും ഈ ചെടികളുടെയൊക്കെ വിത്തുകളുണ്ടല്ലോ, അത് ദൂരെ എവിടെയെങ്കിലും പോയി കാഷ്ടിക്കും. അപ്പോൾ അത് ആനപ്പിണ്ടത്തിനകത്ത് ആ സീഡ്സും ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ പരിസരത്ത് ആ പുതിയ സസ്യങ്ങളൊക്കെ വളരാൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ ആനത്താര എന്ന് പറയുന്നത്. ഈ ആന പോകുന്ന വഴിയിലൂടെ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ അത് വലിച്ച് പറിച്ച് ക്ലീൻ ആക്കിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങൾക്ക് കാട്ടിലൂടെ നടക്കാനുള്ള സൗകര്യം കൂടെ ഈ ആനയുടെ വഴി കാരണം കിട്ടുന്നുണ്ട്. പിന്നെ ആന കുത്താൻ വന്നാൽ എന്ത് ചെയ്യുന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് തമാശയ്ക്കായാലും കേൾക്കാറുണ്ട്. അത് മെയിനായിട്ട് കൂടുതലും കാണാറുള്ളത് മോക്ക് ചാർജിങ് ആണ്. മോക്ക് ചാർജിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ആനയ്ക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണയായിട്ട് അവരെ ചെവികൾ വിടർത്തി തലയും ഉയർത്തി പിടിച്ചിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും. ഈ രണ്ട് ലക്ഷണങ്ങളോട് കൂടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു മോക്ക് ചാർജിങ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ അവർ അത്ര ദൂരം മാത്രമേ വരുള്ളൂ, അത് കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് ഉണ്ടാവുക. ഇനി അതല്ല, നമ്മളെ കുത്തി വളർത്താനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ചെവികളൊക്കെ പുറകിലേക്ക് പിൻവലിക്കുകയും തല താഴ്ത്തി വളരെ വേഗത്തിൽ കുണുങ്ങി നേരെ വരികയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോളണം. കാരണം അവൻ നമ്മളെ കുത്തി മലർത്താൻ തന്നെയായിരിക്കും വരുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട് ഓടുമ്പോൾ ഇറക്കത്തിലൂടെ ഓടിക്കഴിയാൽ ആനയ്ക്ക് ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള വേറൊരു കേട്ടുകേൾവിയും കൂടി ഉണ്ട്. ആനകൾക്ക് ചെരുവിൽ കൂടെ വേഗത്തിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടെ ആവശ്യമുള്ള സമയത്ത് അതൊന്നും ബുദ്ധിമുട്ട് വകവയ്ക്കാതെ അവർക്ക് നല്ല രീതിയിൽ ഇറങ്ങാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ആനകളൊക്കെ കാണുമ്പോൾ സേഫായിട്ടുള്ള ഡിസ്റ്റൻസ് നിർത്തിക്കൊണ്ട് കാണാൻ ശ്രമിക്കുക. കാട്ടിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കാട് കയറാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു പരിധി വരെയുള്ള അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ വീടിനകത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. ആ ഒരു കുട്ടിയാന ആ തള്ളയാനയുടെ അടുത്തുനിന്ന് പാല് കുടിക്കുന്ന ആ ഒരു രംഗം കൂടെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തേക്ക് ആനകളുടെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെയാണ് ചൊക്കന എന്ന് പറഞ്ഞ സ്ഥലം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഒരു കാട്ടുപോത്തിൻ്റെ സൈറ്റിങ്ങും ഈ ആന നിൽക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ദൂരെ ഒരു മലയിൽ കാണാൻ പറ്റിയത്. അങ്ങനെ സമയം വൈകുന്നേരം ആയപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ തീരുമാനിച്ചു. ചെറിയൊരു കടയുണ്ട്, നല്ലൊരു നാടൻ അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചായക്കടയിൽ കയറാൻ ശ്രമിക്കുക, നല്ല ചായയും കടിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചായ കുടിക്കുന്ന സ്ഥലത്താണ് ഈ കാണുന്ന ബ്ലാക്ക് ഹുഡഡ് ഓറിയോളിനെ കണ്ടത്. മലയാളത്തിൽ നമ്മൾ മഞ്ഞക്കറുപ്പൻ എന്ന് പറയും. സമയം വൈകിയതുകൊണ്ട് തന്നെ നാളെ രാവിലേക്കാണ് ചിമ്മിനി പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. ഇവിടെ അടുത്തുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നിൽക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ് ഈ സമ്മറിൻ എന്ന് പറയുന്നത്. ഇതൊരു 3 ബെഡ്റൂം വില്ലയാണ്. ഇതൊരു 3 റൂമായിട്ട് ഹോൾ പ്രോപ്പർട്ടി ആയിട്ടും ബുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ 2 പേര് മാത്രമാണെങ്കിൽ ഒരു റൂമിൽ ഹോൾ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഒരു റൂമിന് വരുന്ന ചാർജ് 3000 രൂപയ്ക്ക് ഈ ഹോൾ പ്രോപ്പർട്ടി നിങ്ങൾക്ക് 2 പേർക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഈ രണ്ടാമത്തെ കേസ് നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഒരു 10, 15, 20 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പേർക്ക് 3 റൂം ബുക്ക് ചെയ്യാൻ വരുന്ന ചാർജ് 8000 രൂപയായിരിക്കും. ഈ റേറ്റിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിരിക്കും ഇൻക്ലൂഷൻ. ബാക്കി ഡിന്നറും ലഞ്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് വരുത്തി തരുകയും ചെയ്യും.
ഇനി നിങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫുള്ളി എക്യൂപ്ഡ് കിച്ചൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ പുറകിൽ കൂടെ ഈ കാണുന്ന റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഒരു റിവർ സൈഡിലാണ് എത്തുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സമാധാനം വേണ്ടുന്നവർക്ക് ഈ ഒരു കാഴ്ചയും കണ്ട് ഇവിടെ പുറത്തിരിക്കാനുള്ള സൗകര്യം കൂടി കിട്ടുന്നുണ്ട്. ഈ സ്റ്റേ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷനും ബുക്ക് ചെയ്യാനുള്ള നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വീണ്ടും ചിമ്മിനി ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയായിരുന്നു. അപ്പോൾ ചിമ്മിനിയിലേക്ക് പോകുമ്പോൾ തന്നെ ഇതേപോലത്തെ ഒരു അരുവിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ വണ്ടി ഇവിടെ നിർത്തി സൈഡാക്കിയിട്ട് വേണമെങ്കിൽ കുളിക്കണമെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കാം. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു വലിയ മരം കാണാൻ പറ്റും. ആ പോകുന്ന മനുഷ്യന് 6 അടി മുകളിൽ പൊക്കമുണ്ട്. എന്നിട്ടും കൂടെ ആ മരത്തിൻ്റെ ആ ഒരു വലിപ്പം നോക്കിയേ. അങ്ങനെ ചിമ്മിനി ഡാമിൻ്റെ മെയിൻ എൻട്രൻസ് എത്തുന്നേക്കാൻ മുമ്പ് നമുക്ക് ഈ ഒരു കവല കാണാൻ പറ്റും. ഇവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഹോട്ടലൊന്ന് നോക്കി വെച്ചോ, നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറിക്ക് വരുന്നവർ ഇവിടുത്തെ ഡാം കണ്ട് ആ ഒരു വ്യൂ പോയിന്റും കണ്ട് തിരിച്ചു പോകുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ ഇവിടെ പല രീതിയിലുള്ള ട്രക്കിങ്ങുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറിയും അതിൻ്റെ ഭംഗിയും എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് പോയിന്റ് വരുന്നത്. ഇവിടെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി ഇവിടുത്തെ ഒരു എൻട്രി ഫീയും പാർക്കിംഗ് ഫീ ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കഷ്ടിച്ചൊരു 1.5 കിലോമീറ്റർ കൂടി പോകുമ്പോഴാണ് നമുക്ക് ചിമ്മിനി ഡാമിൻ്റെ ആ ഒരു പരിസരത്ത് എത്തുന്നത്. അവിടെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടുത്തെ ട്രക്കിങ് പല രീതിയിലും പല തരത്തിലുമാണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. അപ്പോൾ ബുക്ക് ചെയ്യാനുള്ള നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ നോട്ടീസ് ബോർഡിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോനകത്ത് ഇട്ടേക്കാം. ആവശ്യക്കാർ ഇത് പോസ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വായിച്ചതിന് ശേഷം ബുക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഒരു ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും. ആ ക്ലോസ് ചെയ്തിട്ടുള്ള ഗേറ്റ് ഉണ്ടല്ലേ, അവിടെയാണ് നമ്മൾ ഇനി തിരിച്ച് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ കൂടി എൻ്റർ ചെയ്ത് 6 കിലോമീറ്ററോളം നമ്മൾ ട്രക്ക് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. ട്രക്കിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു 200-300 മീറ്ററോളം നമ്മൾ ഇതുപോലത്തെ ഒരു വഴി കൂടി ആയിരിക്കും പോകേണ്ടി വരുന്നത്. അത് കഴിഞ്ഞ് ഇതേപോലത്തെ വഴിക്ക് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ കാടിൻ്റെ ആ ഒരു വഴിയിലേക്ക് ഡീവിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ ക്ലൈമറ്റിൻ്റെ വ്യത്യാസവും ഫോഗും മഴയും അങ്ങനെയുള്ള എല്ലാ കാഴ്ചകളും കുറച്ച് നേരത്തേക്ക് നമുക്ക് വേറെ വോയിസ് ഓവറും മ്യൂസിക്കും ഒന്നും ഇല്ലാണ്ട് കണ്ടു നോക്കാം. കാട് എന്ന് പറയുന്നത് ശരിക്കും റെയിനി സീസണിലാണ് കാടിന് ഒരു പ്രത്യേക ഭംഗി വരാം. ചിമ്മിനിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിനി സീസണിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റുക മാനുകള്, പിന്നെ അതേപോലെ തന്നെ ആനക്കൂട്ടം, പിന്നെ കാട്ടികള്, പന്നിക്കൂട്ടങ്ങള്, ഇതൊക്കെയാണ് കാണാൻ പറ്റുക. സ്പീഷീസ് ആയിട്ട് ഈ പിറ്റ് വൈപ്പേഴ്സിനെ നന്നായിട്ട് കാണാൻ പറ്റും. ഒരു ലൈറ്റ് വെയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേഡ്സിനും ഒരുവിധം നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റും. നെല്ലിയാമ്പതിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാസ് ലാൻഡ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 100 മീറ്റർ 150 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന എനിമൽസിനെ കാണാനായിട്ടുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് വിസിബിലിറ്റി വളരെ കുറവ്. ഒരു 10 മീറ്ററിനുള്ളിൽ കാണാൻ കിട്ടാവുന്ന അനിമൽസോ അല്ലെങ്കിൽ എന്തൊക്കെ ഉള്ളത്. പക്ഷെ നല്ല രീതിയിൽ ഒരു ഒബ്സർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം കവർ ചെയ്യാം. പക്ഷെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വന്നുകൊണ്ടൊന്നും മറ്റേ സിനിമയിൽ എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റുന്നു ഞാൻ പറയണില്ല. ഇത് പുല്ലാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂട്ടാണ്. ശരിക്കും ഈ വള്ളിയുടെ ഈ റൂട്ടിന്റെ പേരിൽ തന്നെ ഒരു പാമ്പുണ്ട്, പുല്ലാനി മൂർക്കൻ എന്ന് പറയുന്നത്. ശരിക്കും മൂർക്കനിൽ അങ്ങനെ പുല്ലാനി മൂർക്കൻ, കരിമൂർക്കൻ, നെട്ടടി മൂർക്കൻ അങ്ങനൊന്നും ഇല്ല. മൂർഖൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ മെയില് ഫീമെയിൽ അത്രേ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഇടുന്ന ഇങ്ങനെ ഒരു പേര് ആ മൂർഖന് വരാൻ കാരണം ഈ റൂട്ടിന്റെ ഉള്ളിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ തണുപ്പ് കൂടുതല. അപ്പൊ ഈ രാജവമ്പാല ഇതിങ്ങനെ തിക്കായിട്ട് കിടക്കാം മരങ്ങളുടെ മേലൊക്കെ. രാജവമ്പാല അതേപോലെ തന്നെ മൂർഖൻ ഈ വള്ളിയുടെ മേലൊക്കെ കിടക്കും. കാരണം തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വള്ളിയുടെ മേലെ കിടക്കും. പിന്നെ സെയിം പാറ്റേണും ഇതേ കളറിലും വരുന്നുണ്ട്. ചില മൂർഖനൊക്കെ ഈ കളർ ചില ഇതേപോലത്തെ കളറിൽ വരുന്നുണ്ട്. അതുകൊണ്ടും കൂടി അങ്ങനത്തെ ഒരു പേര് വന്നതായിരിക്കാം.
ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്നും കൂടി നിങ്ങളും കൂടി അന്വേഷിച്ചോളാം. ഞാൻ പറയുന്നത് മാത്രം സത്യമെന്ന് വിചാരിക്കരുത്, അതുകൂടെ പറയണം. ഫഹദ് ഫാസിൽ അഭിനയിച്ച കാർബൺ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഒരു പ്രത്യേക തരം ഒരു വെള്ളച്ചാട്ടം അതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ ഈ പോകുന്നത്. ഇന്നത്തെ യാത്ര ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. എൻ്റെ കൂടെ വൈൽഡ് ട്രിപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള വിഷ്ണു ഉണ്ടായിരുന്നു. കൂടാതെ ട്രിപ്പിംഗ് വൈബ്സ് എന്ന് പറഞ്ഞ മറ്റൊരു യൂട്യൂബ് ചാനലുള്ള അരുണും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്തുമ്പോൾ ഇതേപോലത്തെ കൂറ്റൻ പാറകൾ നമുക്ക് കാണാം. ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് ആ വെള്ളച്ചാട്ടം ആദ്യം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രെയിമാണ് ഈ വെള്ളച്ചാട്ടത്തിന് ഏറ്റവും യുണീക്കാക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്തായിട്ട് പലതരം സ്പീഷീസിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ കണ്ട കാഴ്ചകളൊക്കെ എനിക്ക് കിട്ടിയത്. ഈ അരണനെ നോക്കിയിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ആ ഒരു പിറ്റ് വൈപ്പറിനെ നമ്മൾ സ്പോട്ട് ചെയ്തത്. ഇത് കടിച്ചാൽ ഭയങ്കര വിഷമാണ്. ഇത് പൊതുവേ കിടക്കണം, നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ സ്കിന്നും അവർ കിടക്കുന്ന ഒരു സ്ഥലവും എല്ലാം കൂടെ മെർജായി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആക്സിഡൻ്റലി അതിനെ ചവിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് കാട്ടിൽ കയറുമ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മൾ സൂക്ഷിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അപകടം ചെറുതല്ല. അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ആ ഒരു വഴിയേക്കായിരിക്കും പോകുന്നത്. പിന്നീട് അങ്ങോട്ട് ഇതുപോലത്തെ ഓരോ വഴിയായിരിക്കും ഉണ്ടാവുക. കാര്യപ്പെട്ട ഒരു ഹാർഡായിട്ടുള്ള ടെറൈനൊന്നും നമുക്ക് കിട്ടില്ല. ഇതേപോലെ പ്രോപ്പറായിട്ടുള്ള വഴിയുള്ള ഒരു റൂട്ട് തന്നെയായിരിക്കും പിന്നീട് കുറച്ച് നേരത്തേക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഹാർഡായിട്ടുള്ള ട്രക്കിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. നമുക്ക് കുറച്ച് നടക്കാനുണ്ടെങ്കിലും കൂടെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കയറ്റവും അതല്ല റിസ്കി അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴികളൊന്നും നമുക്ക് ഈ ഒരു റൂട്ടിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് കാടിനെ ഇഷ്ടപ്പെടുന്ന ആർക്കായാലും ഒന്ന് പരീക്ഷിക്കാവുന്ന ഒരു ട്രക്കിംഗ് പാത്താണ് ചിമ്മിനിയിലത്തത്. ഇത്ര നേരം നമുക്ക് തിക്ക് ഫോറസ്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓപ്പൺ വ്യൂ ആയിട്ട് ആ ഒരു റിസർവോയറിൻ്റെ ഭാഗത്തേക്കുള്ള കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് കിട്ടുന്നത്. അങ്ങനെ റിസർവോറിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മഴയും വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ മഴയത്തെ ആ ഒരു നടത്തം ഈ കാടിൻ്റെ ആ ഒരു ആംബിയൻസ് തന്നെ മാറ്റിക്കളഞ്ഞു. ആന പോയിട്ടുള്ള എല്ലാ അടയാളങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ കയറിയപ്പോൾ കണ്ട ആ ഒരു എക്സിറ്റ് ഗേറ്റ് കണ്ടില്ലേ, അവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തും. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ചിമ്മിനിയുടെ ഡാമിൻ്റെ ആ പരിസരം കാണാൻ പോകും. അങ്ങനെ ആ ഡാമിൻ്റെ ഭംഗി കണ്ടു നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് കൂട്ടം ആനകളുടെ ആ ഒരു സ്പോട്ടിങ് നമുക്ക് കിട്ടിയത്. അപ്പോഴാണ് ഉടനെ ഇവിടുത്തെ കൊട്ടവഞ്ചി സഫാരി പോയി കഴിഞ്ഞാൽ കുറച്ച് അടുത്തായിട്ട് നമുക്കത് കാണാമല്ലോ എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഈ ഒരു കൊറാക്കിൾ റൈഡ് ഇവിടെ ബുക്ക് ചെയ്തു. ഇതിന് 500 രൂപയാണ് 4 പേർക്ക് പോകാൻ ചാർജ്. അങ്ങനെ ആ ഒരു കൊറാക്കിൾ റൈഡ് പോകുന്ന ഒരു എക്സ്പീരിയൻസും ഗംഭീരമായിരുന്നു. നല്ല നല്ല കാഴ്ചകളായിരുന്നു. ആ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയുടെയും ഡാമിൻ്റെയൊക്കെ പരിസരം കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു. അതുമാത്രമല്ല നമ്മുടെ ലക്ഷ്യം ആനകളെ കിട്ടുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിരുന്നു പിന്നീടുള്ള യാത്ര. അങ്ങനെ നമ്മൾ അടുക്കും തോറും ആനകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് കുറച്ച് നേരം ആനകളെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു കൂട്ടം ആനകളെയാണ് പിന്നീട് കാണാൻ പറ്റിയത്. അങ്ങനെ സമാധാനപരമായിട്ട് ആർക്കും ശല്യമില്ലാതെ നിന്നിരുന്ന ആനകളുടെ ഇടയിലേക്കാണ് ഒരു പുള്ളിമാൻ ഓടി വന്നത്.
ആ പുള്ളിമാൻ ഓടി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത് അതിൻ്റെ തൊട്ട് പുറകിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്ടർ ഉണ്ടാവുന്നതാണ്. ശരിക്കും ഈ ആനകളും അത് തന്നെയായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അവരും ഇത് കണ്ടിട്ട് കൂടുതൽ അലർട്ടാവുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയെങ്കിലും ആനകളൊക്കെ പിന്നെ തിരിച്ച് ആ കാട്ടിലേക്ക് കയറി പോകുന്ന രംഗം മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഇവിടുത്തെ ഒരു കൊറാക്കിൾ റൈഡ് എക്സ്പീരിയൻസ് ആയാലും ഞങ്ങളെ സംബന്ധിച്ച് ഗംഭീരം തന്നെയായിരുന്നു. ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റി, ഒരുപാട് നല്ല കാഴ്ചകൾ കിട്ടി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ചിമ്മിനി ഫോറസ്റ്റ് ഞങ്ങൾക്ക് തന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചിമ്മിനി വരുമ്പോൾ നല്ലപോലെ സമയമെടുത്ത് ഇവിടുത്തെ കാട് കാണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് മെമ്മറീസ് നമുക്ക് ഇവിടുത്തെ കാട് സമ്മാനിക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം ഈ ചിമ്മിനിയിലേക്ക് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. സാധാരണ 2 പ്രാവശ്യം വന്നപ്പോഴും ഇവിടുത്തെ ഡാമൊക്കെ കണ്ട് തിരിച്ച് പോവുകയാണ് ചെയ്തത്. 3ാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് ഇവിടുത്തെ ട്രക്കിംഗ് ഒന്ന് ചെയ്ത് നോക്കിയത്. ട്രക്കിംഗ് എല്ലാം ചെയ്തതിന് ശേഷമാണ് ഇവിടുത്തെ കാടിൻ്റെ ഭംഗിയും ഈ ചിമ്മിനി ഫോറസ്റ്റ് എന്താണെന്നും അങ്ങനെ കുറേ കൂടി ഡീപ്പായിട്ട് അറിഞ്ഞത്. അതുകൊണ്ട് കാടിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും ചിമ്മിനിയിലത്തെ ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിരാശരാവേണ്ടി വരില്ല.